നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ജൽജീവനായി കുത്തിപ്പൊളിച്ചിട്ട റോഡിലൂടെ റേഷൻ പോലും വാങ്ങി വീട്ടിലെത്തിക്കുവാൻ കഴിയാതെ ദുരിതയാത്ര നടത്തുകയാണ് കുറച്ചു മനുഷ്യർ. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡ് ചോലപ്പറമ്പ് പ്രദേശത്തെ ജീവിത ഓട്ടം നിലയ്ക്കുന്ന റോഡിന്റെ ദുരവസ്ഥ റൈറ്റ് വിഷൻ എന്റെ വാർത്തയിലൂടെ അവതരിപ്പിക്കുകയാണ് ഓട്ടോ ഡ്രൈവറായ ഗിരിജ വല്ലഭൻ. ഞാൻ ഈ ചേലക്കര പഞ്ചായത്തിൽ 2-ാം വാർഡിൽ താമസിക്കുന്ന ഗിരിജ വല്ലഭൻ എന്ന് പറയുന്ന ആൾ. എൻ്റെ വീടും കുടുംബവും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ ഒരുപാട് വണ്ടികൾ വരുന്ന സ്ഥലങ്ങളും പല ഓട്ടോറിക്ഷകളും ഒരുപാട് കുടുംബങ്ങൾ ചോലപ്പറമ്പ് കോളനി എന്ന് പറയുക. ഈ സ്ഥലത്ത് ഒരുപാട് വണ്ടികൾ വരുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഈ വണ്ടികൾ വരുന്ന സ്ഥലത്തൊന്നും വണ്ടികൾക്കൊന്നും വരാൻ പറ്റുന്നില്ല. ഒരു വാടക വിളിച്ച ഒരാളും വരാൻ തയ്യാറാവുന്നില്ല. തന്നെയല്ല 30 രൂപയുടെ വാടകയ്ക്ക് 50 രൂപയും 80 രൂപയും കൊടുത്താലും ആരും വരാൻ തയ്യാറില്ല. അത്രയും വണ്ടികൾക്ക് പണി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷകൾ മാത്രമല്ല കാറും എല്ലാം വരുന്നുണ്ട്. ഈ വണ്ടികളൊന്നും സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ല. കുടിവെള്ളത്തിൻ്റെ ഇതാണ്. പക്ഷേ ആ കുടിവെള്ളത്തിന് ചാല് കീറിയിട്ട് പൈപ്പ് ഇട്ടതിന് ശേഷം അതൊന്ന് നിരപ്പാക്കിയിട്ട് അതിന് മെറ്റിട്ട് കഴിഞ്ഞാൽ ഒരു വണ്ടി അങ്ങോട്ടും പാസ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടും. അതും കൂടി ഇല്ലാത്ത രീതിയിൽ മാന്തിയിട്ട് അങ്ങോട്ട് പൈപ്പിട്ടാണ് പോയി എന്നല്ലാതെ ഓരോ ഭാഗത്ത് വണ്ടി ചെരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ഇന്നുവരെ ആക്സിഡൻ്റ് ആയ ദിവസമാണ്. ഇന്നുവരെ ഇവിടെ ആക്സിഡൻ്റ് ഉണ്ട്. വണ്ടി ഗ്ലാസ് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവരെ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണിത്. ആരും ഒരു വാടക വിളിച്ച് റേഷൻ വരെ കൊണ്ടുവരാൻ ഒരാളും തയ്യാറില്ല. റേഷൻ മേടിച്ചിട്ട് 10-30 കിലോ അരി ഉണ്ടിച്ചാൽ പെണ്ണുങ്ങൾക്ക് ഏറ്റുകൊണ്ടുവരാൻ പറ്റില്ല. അതുവരെ ആർക്കും ഒരു വണ്ടി വരാൻ തയ്യാറില്ല ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഈ വഴിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഇന്ന് പണിയേണ്ട ഗതികരെ ഒക്കെ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അത്രയും പോലും ഓരോ ചാലുകൾ ഇതൊന്നും നിരപ്പാക്കിയിട്ട് കുറച്ച് മെറ്റലിട്ട് കഴിഞ്ഞാൽ ഇത് ക്ലിയറാവും. അത് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ചെയ്യും എന്ന് ഞാൻ ബന്ധപ്പെട്ടവർ പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്യും, എല്ലാം കണ്ട് ചെയ്യും പറഞ്ഞു. പക്ഷേ ഈ ചെയ്യുന്നവരെ ഞങ്ങൾ ഈ അരി മേടിക്കണ്ടേ? ഞങ്ങൾക്ക് 10-200 രൂപയ്ക്ക് ഓടിയാലേ കിട്ടുള്ളൂ. 200 രൂപയ്ക്ക് ഓടിയാൽ 500 രൂപ ചിലവാകുമ്പോൾ എന്താ ചെയ്യുക? ഒരു ഫ്രണ്ട് പണിയെന്ന് വെച്ചാൽ ഉറുപ്പിക 2500 വേണം. ഈ ചാട്ടം ചാടി പോകണമെന്നാണ്. ഞാൻ സ്കൂട്ടർ പഠിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല, പോകാതിരിക്കാൻ പറ്റില്ല. കുട്ടികളെ കൊണ്ടുവരണം, ഇവരൊക്കെ വീടിന് പുറത്ത് പോയി കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് എത്രയും പെട്ടെന്നൊന്ന് പഞ്ചായത്ത് അധികൃതരും ബന്ധപ്പെട്ട അധികാരികളും ഇതൊന്ന് ചെയ്തു തരണം എന്നുള്ളത് പറയുള്ളൂ. ജൽജീവൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ ഇപ്പോൾ കൂടാട്ടി സ്കൂള് ഭാഗങ്ങൾ, തോന്നൂർക്കര, മറ്റേ പാഞ്ഞാൾ, എല്ലാ സ്ഥലത്തും മെറ്റൽ വിരിച്ച് ടാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഈ ജൽജീവൻ പദ്ധതി പ്രകാരം ഇതെല്ലാം ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇവിടേക്ക് ഒരു വണ്ടി വരാനും പറ്റില്ല, ഞങ്ങൾക്ക് കുടുംബജീവിതം നയിക്കാനും പറ്റില്ല. പഞ്ചായത്തിൽ നേരിട്ട് പോയി പറഞ്ഞില്ല എന്നുള്ളൂ. മെമ്പറോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മെമ്പർ പറഞ്ഞു ചെയ്യും, അവർ ചെയ്തു തരും എന്ന് പറഞ്ഞു. പക്ഷേ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ 6 മാസം കാത്തിരിക്കാൻ പറ്റില്ല. നമുക്കത് എത്രയും പെട്ടെന്ന് ചെയ്ത് തരില്ല വേണ്ടത്. ഇത്രയും മെമ്പറെ കുറ്റം പറയില്ല ഞാൻ. പക്ഷേ എന്താ പറയുക, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു തന്നാലല്ലേ നമുക്കൊരു സമാനമുള്ളൂ. നമ്മൾ അത്രയും ഗതികെട്ടു. കാരണം അത്രയും ഗതികെട്ടിട്ടാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇതൊക്കെ ഡ്രൈവർമാരാണ്. ഒക്കെ
ഞങ്ങളുടെ ഗതികേടാ പറയണത്.